the structure of a robot language. Now, any robot language, it must be able to support three things. The first thing is that it should be able to support the programming of the robot. അതായത് നമുക്ക് ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. രണ്ടാമത്തെ കാര്യം, കൺട്രോൾ ദ റോബോട്ട് മാനിപ്പുലേറ്റർ ഇന്റർഫേസ് വിത്ത് സെൻസേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് ഈ റോബോട്ട് മാനിപ്പുലേറ്ററിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സെൻസേഴ്സും എക്യുപ്മെൻറ്റ്സും ഏതാണോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ മൂന്നാമത്തത്, ആ കമ്പനിയിൽ വേറെ എവിടെയെങ്കിലും വേറെ കമ്പ്യൂട്ടർ കണക്റ്റഡ് ആയിട്ടുള്ള റോബോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു സെർവറോ ഉണ്ടെങ്കിൽ ആ സെർവറിലേക്കുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷനും ഈ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. റോബോട്ട് ലാംഗ്വേജിന് ഈ മൂന്ന് കഴിവുകളാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ദർ ഇസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. We will study what are the three modes. Anyway, the operating system basically is used for converting the program or whatever is the input that is given from the teach pendant. It takes that and then it gives to the robot controller, which basically understands only the machine language. അപ്പോൾ അങ്ങനെ മെഷീൻ ലാംഗ്വേജിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ റോബോട്ട് കൺട്രോളർ അതിനെ റോബോട്ട് മാനിപ്പുലേറ്ററിനെ ഫൈനലി മാനേജ് ചെയ്തോളും, ഈ കാണുന്ന റോബോട്ട് മാനിപ്പുലേറ്ററിനെ. അപ്പോൾ ഈ റോബോട്ട് കൺട്രോളറുടെ കൂടെ തന്നെയാണ് നമ്മൾ സെൻസറും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു റാസ്ബെറി പൈ എടുക്കുകയാണെങ്കിൽ ആ റാസ്ബെറി പൈനകത്തൊരു കൺട്രോളർ ഉണ്ടാവും. ആ കൺട്രോളറിൽ കണക്ട് ചെയ്തിരിക്കുന്ന പല സെൻസേഴ്സും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും. ഫൈനലി ആ കൺട്രോളർ കൺട്രോൾ ചെയ്യുന്നൊരു റോബോട്ട് അല്ലെങ്കിൽ റോബോട്ട് മാനിപ്പുലേറ്റർ ഉണ്ടാവും. ആ റോബോട്ട് കൺട്രോളറിൽ കൂടെ ആ റാസ്ബെറി പൈയുടെ ബോർഡിൻ്റെ കൂടെ തന്നെ വേറെ ബോർഡ്സ് സ്ലേവ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പം ഒരു ആർഡിനോ ബോർഡ് അതിനെ സ്ലേവ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊരു വേറൊരു കമ്പ്യൂട്ടറായിട്ട് സെർവറായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് വരുന്ന ഡാറ്റാസ് എല്ലാം വേറെ സിസ്റ്റത്തിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ കാണിക്കുന്ന കണക്ഷൻ. അതർവൈസ് ഡയറക്റ്റ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കുകയും ചെയ്യാം. എനിവേ, അപ്പോൾ ഇവിടുന്ന് ടീച്ച് പെൻഡൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നതിനെ കൺവേർട്ട് ചെയ്ത് റോബോട്ട് കൺട്രോളറിൽ കൊടുത്തിട്ട് റോബോട്ട് മാനിപ്പുലേറ്ററിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റോബോട്ടിൻ്റെ ഉള്ളിലുള്ള കുറേ സെൻസേഴ്സ് ഉണ്ട്, അതിൽ നിന്നുള്ള തിരിച്ചുള്ള സിഗ്നലാണ് ഈ ആരോ കാണിക്കുന്നത്. ദിസ് ആരോ ഈസ് ഷോയിങ് ദ signal or from the sensor going back. Similarly, there are other sensors and input output devices from which the robot controller can be given another signals. Okay, so this is the general system. Now, when we are talking about the operating system, it is basically just like we have studied in the case of computer science. It refers to that software that supports the internal operation of the computer system, and it basically performs functions like writing or editing the program or executing the program that has been written in the robot textual language. And basically, if you are talking about any operator, an operator will require an interpreter or compiler for processing this textual robot language program. Whether it is like if you have written C also requires these. Anyway, so what is an interpreter and a compiler? Basically, an interpreter is used to run instruction one by one of a robot program. For example, if you are having in the case of val, you write instructions line one by one, and that interpreter basically runs the instruction one by one. Whereas what does the compiler do? Compiler is basically converting these instructions into a machine level. That means in forms of bits, so that the whole program is converted into a machine language that can then be used by the robot controller to basically control the robot. The example of that is MCL. The programs that are processed by a compiler work very fast. That means if you have a compiler, it will be very fast to execute the program. But
if you don't write, if you don't have an interpreter, the editing is difficult. So what does the interpreter program does? It's very, the editing, sorry, what does the interpreter do? The interpreter basically helps in editing very fast. Okay. So that is the operating system. Now next we will look at what are the modes of the operating system.